ലോകത്തെ ഏറ്റവും വലിയ മത്സ്യമാണ് തിമിംഗല സ്രാവ്. ഒരുപക്ഷെ ഇതിൻ്റെ വലുപ്പം കൊണ്ടാകണം ഈ മത്സ്യത്തിന് തിമിംഗല സ്രാവ് എന്ന് പറയുന്ന പേര് വന്നത്. തിമിംഗല സ്രാവിൻ്റെ പേരിൽ തിമിംഗലം ഉണ്ടെങ്കിലും തിമിംഗലങ്ങളുമായിട്ട് ഇവയ്ക്ക് ബന്ധമില്ല. തിമിംഗലങ്ങളെല്ലാം സസ്തനികളാണ്. ആഹാരം തേടിയുള്ള യാത്രയിൽ ഇത്രയും ഭാരമുള്ള ജീവി ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ പലപ്പോഴും മണ്ണിൽ പുതഞ്ഞു പോവുകയും തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. തിരിച്ച് കടലിലേക്ക് വിടുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. അത്തരം പ്രയത്നങ്ങൾ നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് അജിത് ശംഖുമുഖം. മറ്റ് വലിയ സ്രാവുകളൊക്കെ മനുഷ്യരെ ആക്രമിക്കുന്ന രേഖപ്പെടുത്തലുകളുണ്ടെങ്കിൽ തിമിംഗല സ്രാവുകൾ മനുഷ്യരെ ആക്രമിക്കാറില്ല. അതുകൊണ്ടായിരിക്കണം ഇവയെ ജെന്റിൽ ജയൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. തിമിംഗല സ്രാവുകൾ, വെയിൽ ഷാർക്ക് എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ വരുന്ന ഉടുമ്പ് സ്രാവ് എന്ന് പറയും. അങ്ങനെ പല പേരുകളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യം തോന്നുന്നു എനിക്ക് ഉടുമ്പ് സ്രാവ് എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. ഈ സ്രാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അനിതര സാധാരണമായ വർണ്ണഭംഗിയുള്ള ജീവികളും കൂടിയാണ് തിമിംഗല സ്രാവുകൾ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ശരീരത്തിൽ മുഴുവൻ കറുത്ത നിറത്തിൽ ഉള്ള പാച്ചുകൾ കാണാം. അതിനകത്ത് ചെറിയ പുള്ളികളും കാണാം. അതുമാത്രമല്ല, ശരീരത്തിൻ്റെ രണ്ട് വശങ്ങളിലും 3 പ്രധാനപ്പെട്ട നീളത്തിൽ പോകുന്ന 3 തടിപ്പുകളുമുണ്ട്. ഇതൊക്കെ കൊണ്ട് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുമാത്രമല്ല, ഇവയെ ഓരോ ജീവിയെയും നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ശരീരത്തിലുള്ള പാറ്റേൺ വെച്ചിട്ട് ഏതാണ്ട് നമുക്ക് ഈ കടുവകളെയൊക്കെ അതിൻ്റെ പാറ്റേൺ വെച്ചിട്ട് തിരിച്ചറിയുന്നത് പോലെ തന്നെ തിരിച്ചറിയാം. അപ്പോൾ ഈ ഉടുമ്പ് സ്രാവുകൾ ചൂട് സമയത്ത് ഇത് കരയിൽ കൂടി വരാം. ചൂട് സമയത്ത് മാത്രമാണ് വരുന്നു, മഴ സമയങ്ങളും നമ്മളിതിനെ കാണത്തില്ല. തിമിംഗല സ്രാവ് ലോകത്തെ ചൂടുള്ള പ്രദേശങ്ങളിലെല്ലാം സമുദ്രജലത്തിൽ കാണുന്നവയാണ്. മറ്റ് സ്രാവുകളൊക്കെ തന്നെയും ഇരപിടിയന്മാരാണെങ്കിൽ ഇവ ഭക്ഷിക്കുന്നത് പ്രധാനമായിട്ടും പ്ലവകങ്ങളെയാണ്. വെള്ളത്തിൻ്റെ ഉപരിതലത്തിലാണ് ഇവ പ്രധാനമായിട്ടും കാണുന്നത്. ഉപരിതലത്തിൽ വായ തുറന്ന് നീന്തി ചെകിള വെച്ചിട്ട് ഈ പ്ലവകങ്ങളെ, ചെറിയ മത്സ്യങ്ങളൊക്കെ അരിച്ച് ഭക്ഷണമാക്കുന്ന ഒരു ജീവിയാണ് ഈ തിമിംഗല സ്രാവ്. അറിഞ്ഞിടത്തോളം അറേബ്യൻ സീകളിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ് കാലാവസ്ഥയ്ക്കനുസരിച്ച് നടക്കുന്നൊരു മീനാണ് തിമിംഗല സ്രാവുകൾ. കേരള തീരത്ത് തിമിംഗല സ്രാവുകൾ എത്തുന്നത് പ്രധാനമായിട്ടും ചില കാലഘട്ടങ്ങളിലാണ്. നവംബർ ഡിസംബർ മാസം കഴിഞ്ഞിട്ട് ഒരു മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത് ദേശാടനം നടത്തുന്ന ഒരു സമയമാണ്. ഇതിൻ്റെ ഒരു ദേശാടന പാതയുണ്ട്. ഒമാൻ കടലിൽ നിന്ന് ഈ വലിയ തിമിംഗല സ്രാവുകളുടെ കൂട്ടങ്ങൾ ദേശാടനം നടത്താറുണ്ട്. അത് ദേശാടനം നടത്തി ആദ്യം എത്തുന്നത് ഗുജറാത്ത് മേഖലയിലാണ്. അത് കഴിഞ്ഞ് ഗോവ വഴി കേരള തീരത്ത് എത്തുകയും കേരള തീരത്ത് നിന്ന് പിന്നീട് അവ യാത്ര ചെയ്യുന്നത് ആഫ്രിക്കൻ തീരത്തേക്കാണ്. അപ്പോൾ ആഫ്രിക്കൻ തീരത്തേക്ക് വന്നിട്ട് തിരിച്ച് വീണ്ടും ഒമാനിലേക്ക് പോയിട്ട് ഒരു വലിയ സർക്കിള് പൂർത്തിയാക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഗുജറാത്തിൽ നിന്ന് റേഡിയോ ടാഗ് ചെയ്ത ചില തിമിംഗല സ്രാവുകൾ ദീർഘദൂരം യാത്ര ചെയ്ത് ആഫ്രിക്കൻ തീരത്ത്, മൊസാംബിക്ക് തീരത്ത് എത്തുകയും തിരിച്ച് വീണ്ടും അടുത്ത വർഷം വീണ്ടും ഗുജറാത്ത് തീരത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. നേരത്തെ ഒരു ധാരണ ഈ ഇന്ത്യൻ തീരത്തുള്ള തിമിംഗല സ്രാവുകളെല്ലാം ഇവിടെ മാത്രം കാണപ്പെടുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പം നമുക്ക് കൃത്യമായിട്ടറിയാം ഇതൊരു വലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വലിയൊരു ജനസംഖ്യയുടെ ഭാഗമാണ് ഇവ. അവ പലപ്പോഴും വലിയ ആനക്കൂട്ടങ്ങളെ പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ആഹാരം തേടാറില്ല. ഇത് വലിയ യാത്രകളിലാണ്. ഈ യാത്രകളുടെ കൂട്ടത്തിലാണ് ഈ കേരള തീരം വഴി ഇവ കടന്നു പോകുന്നത് എന്ന് അനുമാനിക്കാം. അതുകൊണ്ടാണ് ചില മാസങ്ങളിൽ ഇവയുടെ സാന്നിധ്യം വളരെയധികം കേരള തീരത്ത് കാണുന്നത്. വരുന്നു, നമ്മുടെ കമ്പവല വലിക്കുന്ന, കരയിൽ നിന്ന് വലിക്കുന്ന കമ്പവലയ്ക്കകത്ത് കുടുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട്. ഇത് പെട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പോകാൻ ഭയങ്കര പാടാണ്, വലുതായതുകൊണ്ട്. നിങ്ങൾ ഓർക്കണം, ഈ വെയിൽ ഷാർക്കുകൾക്ക് ഏതാണ്ട് ഒരു വോൾവോ ബസ്സിന് അത്ര നീളമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവയെല്ലാം കരയിൽ വന്നാൽ എന്തു ചെയ്യും? മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് അജ്ഞതയുണ്ട് ഇതിനെക്കുറിച്ച്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിമിംഗലമാണെന്ന് പറഞ്ഞ് പേടിക്കാം. പിന്നെ ഇത് കടിക്കുമെന്ന് പറയുന്നുണ്ട്.
അല്ല ഇതിൻ്റെ മൂക്കിൽ കൂടി മണ്ണ് കയറിയ ചത്തുപോകുമെന്ന് പറയുന്നു. ഇതെല്ലാം തെറ്റായ ധാരണയാണെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പഠിച്ചു. കേരള തീരത്ത് ഇത്രയധികം എണ്ണം ഒരുമിച്ച് കാണാറില്ല എന്നുള്ളതാണ്. പുറംകടലിൽ ഈ ആഴം കുറഞ്ഞ സമുദ്രഭാഗങ്ങളിൽ പ്രധാനമായിട്ടും ചെറിയ മത്സ്യങ്ങളുടെ കൂട്ടത്തിനെ പിന്തുടർന്ന് വരാനാണ് സാധ്യത. അങ്ങനെയാണ് പലപ്പോഴും ഈ കമ്പവലകളിൽ ഇവ കുടുങ്ങുന്നത് എന്നുള്ളതാണ്. മുതിർന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് ചെറിയ ആൺ സ്രാവുകൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ, ആഹാരം തേടിയുള്ള മേച്ചിൽപ്പുറങ്ങൾ തേടാറുണ്ട്. അങ്ങനെയാണ് ഇവ പലപ്പോഴും തീരപ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നത്. എൻ്റെ അമ്മാവന് കരമടിയുണ്ട്. എൻ്റെ അമ്മാവെന്ന് വെച്ചാൽ അമ്മയുടെ സഹോദരന് കരമടി, കരയിൽ നിന്ന് വലിക്കുന്ന കരമടിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ദിവസം ഒരു സ്രാവ് പെടുന്നു. എടാ അജി, ഇതിനകത്തൊരു തിമിംഗല സ്രാവ് കയറിയിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് നോക്കി. ആ സമയത്താണ് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സേതു മാധവൻ, സാജൻ ജോണിനെ വിളിക്കുകയും അവർ പറഞ്ഞു ഇങ്ങനെയാണ് രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചെറിയ ഐഡിയകളൊക്കെ പറഞ്ഞു തന്നു. എങ്ങനെയെങ്കിലും കടലിൽ വിടണം എന്ന് എന്നോട് പറഞ്ഞു. രണ്ടും കൽപ്പിച്ചു. ഞങ്ങൾ അതിനെ കടലിൽ വിടുക തന്നെ, ഞാൻ മത്സ്യത്തൊഴിലാളികളെല്ലാം പറഞ്ഞു. അവർ കടലിലോട്ട് വിടുകയും ചെയ്തു. ഒരു കാര്യം കൂടി അവർ ചെയ്തു. അന്ന് ഈ ഒരു വലിയ കാര്യം ചെയ്തതുകൊണ്ട് 10,000 രൂപ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങളുടെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ ഇവർക്ക് കൈമാറി. അതൊരു വലിയ പ്രചോദനമായി പിന്നീട് എൻ്റെ പ്രവർത്തനങ്ങളിൽ. കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം തിമിംഗല സ്രാവുകൾ വലയിൽപ്പെടുന്നുണ്ട്. അങ്ങനെ പലതും ചത്തുപോകുന്നുണ്ട്. അതിനെതിരായിട്ടുള്ളൊരു വലിയൊരു ക്യാമ്പയിൻ തുടങ്ങിയത് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ തിമിംഗല സ്രാവിൻ്റെ അംബാസഡറായിട്ട് കണക്കാക്കുന്നത് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പുകളിൽ തന്നെ പെട്ട അജിത്ത് ശംഖുമുഖമാണ്. ഈ വെയിൽ ഷാർക്കുകൾ കയറിയാൽ എങ്ങനെയാണ് അജിത്തിനെ വിളിച്ച് പറയുന്നതൊക്കെ ചിലർക്ക് ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണകളുണ്ട്. ഞാനൊരു ഫിഷർമാനാണ്. ഫിഷർമാൻ എന്ന് പറയുമ്പോഴത്തേക്ക് കടലിലൊന്നും പോയിട്ടില്ല. അത്യാവശ്യം നീന്താൻ അറിയാം. അമ്മയൊക്കെ എല്ലാ സമയത്ത് കടലിൽ പോയി കുളിച്ച് ശീലം മാത്രമേ ഉള്ളത്. ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു 10-11 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു മാറ്റമുണ്ടായി. ആ മാറ്റം എന്ന് പറയുന്നത് കടലറിവുകൾ പഠിക്കാൻ തുടങ്ങി. കടലറിവ് പഠിക്കാമെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിരിക്കും, ഫിഷർമാൻ്റെ അടുത്ത് ചോദിക്കും കടലെങ്ങനെയാണ്, കടലിനെ കുറിച്ച് എങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോസുകൾ ചെയ്യാൻ തുടങ്ങി. ആ വീഡിയോസുകൾ കേരളത്തിലെ ഒത്തിരി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമായി. എങ്ങനെ സ്രാവുകളെക്കുറിച്ച്, ഞണ്ടുകളെക്കുറിച്ച്, അതേപോലെ തിമിംഗലത്തിനെക്കുറിച്ച്, തിമിംഗല സ്രാവുകളെക്കുറിച്ച്, ഡോൾഫിനെക്കുറിച്ച്, ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം തീരത്ത് കേരളത്തിൻ്റെ ഏത് പ്രദേശത്തായാലും തിമിംഗല സ്രാവ് വലയിൽപ്പെട്ടാൽ ഒരുപക്ഷെ ആദ്യത്തെ അറിയിക്കുക അജിത്തിനെയാണ്. കടപ്പുറം ഭാഷയിൽ പറയാം, അവൻ വന്നാ വേൽ ഷാർക്കും വന്നോ, അങ്ങനെയാണ് പറയുന്നത്. എല്ലാം നേരിട്ട് കണ്ടുപഠിച്ചതാണ്. വേൽ ഷാർക്കിൻ്റെ എല്ലാ അറിവുകളും പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുകയും പലരിടത്തും ശേഖരിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്ന 1-2 അല്ല. നിങ്ങളൊന്ന് ഓർക്കണം, ലോകത്ത് വേറെ എവിടെയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നേനെ. ഒരു വേൽ ഷാർക്കിനെ പോലും കാണാത്തവരുണ്ട്. ഇതുമായിട്ട് സയൻറ്റിഫിക് പഠിക്കുന്ന കുട്ടികൾ പോലും എന്നോട് പറഞ്ഞത് ഞങ്ങളൊന്ന് കണ്ടാൽ മതിയായിരുന്നു. ഞാൻ എത്ര എണ്ണം നിങ്ങൾക്കറിയോ? 42 വേൽ ഷാർക്ക് ഞാൻ വന്നതിന് ശേഷം. അത് നേരിട്ട് രക്ഷപ്പെടുത്തി എത്രയെന്ന് അറിയാമോ നിങ്ങൾക്ക്? 22 എണ്ണം. നോക്കി വാല് നോക്കിക്കളെ. നോക്കി കെട്ടുവീടുന്ന നോക്കി. അജിത്തിൻ്റെ കൂടെയുള്ള മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ ഇവർ ഒരുപാട് ഏതാണ്ട് 10-40ഓളം തിമിംഗല സ്രാവുകളെ തിരിച്ച് കടലിലേക്ക് പോകാനുള്ള വഴിയൊരുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് 2 പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, ഈ തീരപ്രദേശങ്ങളിൽ പലപ്പോഴും രക്ഷകരായി എത്തുന്നത് മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളാണ്. അതിനൊരു നേതൃത്വം അജിത്ത് കൊടുക്കുന്നുണ്ട്. വെയിൽ ഷാർക്കിനെ എങ്ങനെ രക്ഷപ്പെടുത്തും? അവർക്ക് കിട്ടേണ്ട ഭാഗം പറഞ്ഞു തരുമ്പോഴത്തേക്ക് അതല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫിഷിംഗ് ബോട്ടിൽ ഇതിനെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു ഇത് കണ്ടു. 2-3 എണ്ണത്തിൽ നോക്കിയപ്പം എല്ലാം വാലിൻ്റെ ഭാഗത്താണ് കിട്ടുന്നത്. വാലിൻ്റെ ഭാഗത്ത് മാത്രം കിട്ടിയാൽ മതിയോ? തിരയടിക്കുമ്പോൾ ഇത് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഇതിന് പിന്നെ അങ്ങോട്ട് വലിച്ചാൽ പോകത്തില്ല, നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ വേൽ ഷാർക്കുകൾ കൂറ്റൻ തിരമാലകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുഖം കടൽ നോക്കി തന്നെ നിൽക്കണം. എങ്കിൽ മാത്രമേ ഇത് വേൽ ഷാർക്ക് അവിടെ നിൽക്കുകയുള്ളൂ. ഈ തിര ഇതിൻ്റെ മുഖത്തിലൂടെ കടന്നു പോകും. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, കാരണം മണ്ണ് കയറി മരിച്ചു പോവും, അല്ലെ മണ്ണ് കയറിയ പ്രശ്നമാണ്. ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. കാരണം ടൺ കണക്കിന് വലിച്ച് കഴിക്കുന്ന മീനിന് ഈ മണ്ണുകൾ പുറത്തു പോകാനുള്ള സൗകര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ
അപ്പോൾ കടൽ കൂറ്റൻ തിരമാലാണെങ്കിൽ ഇത് പുറത്ത് പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതിവിടെ കിടക്കും. അപ്പോൾ എന്ത് ചെയ്യും? 2 വള്ളങ്ങളെ 3 വള്ളത്തിനെ കെട്ടി ഇറത്തിയിട്ട് അവരെടുത്ത് പിടിച്ചു നിൽക്കാൻ പറയും. തിരമാല കുറയണം, വെട്ടിൽ നിൽക്കണം. തിരമാല കുറയുന്ന സമയത്ത് ഇവനെ തിരിച്ച് നിർത്തിയിട്ട് ഒരു വിടക്കമാണ്. തീരപ്രദേശങ്ങളിലെ കമ്പവലകളിൽ ഈ തിമിംഗല സ്രാവുകൾ കുടുങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവ ആഹാരം തേടിയുള്ള യാത്രയിൽ പലപ്പോഴും വലയ്ക്കകത്ത് നിന്ന് ആഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാകണമെന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ആഹാരം തേടിയുള്ള യാത്രയിൽ ഇത്രയും ഭാരമുള്ള ജീവി ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ പലപ്പോഴും മണ്ണിൽ പുതഞ്ഞു പോവുകയും തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. ഞാൻ പഠിച്ച അറിവുകൾ, ഞാൻ കേട്ട അറിവുകൾ, ഞങ്ങളുടെ സാർമാർ പറഞ്ഞത് എല്ലാ അറിവുകളെയും കോർത്തിണക്കിയുള്ള വലിയൊരു റെസ്ക്യൂ ആണ് കേട്ടോ. വലിയ റെസ്ക്യൂ എന്ന് പറയുന്നത് എന്താ പറയുക, ഞാനിനി ഈ തീരത്ത് വന്നാൽ ഇവിടെ നിന്നൊന്നും വേൽച്ചാർക്ക് മരിക്കില്ല മക്കളെ, ഉറപ്പ് തരാം. പ്രകൃതി എന്നെ പഠിപ്പിച്ചു, പ്രകൃതി എന്നോട് സ്നേഹമാണ്. കഴിഞ്ഞ വർഷം ഞാൻ ലക്ഷദ്വീപിലായിരുന്നപ്പോൾ സംഭവിക്കണം, ഞാനില്ലാത്ത സമയത്ത് 2 വേൽഷാർക്കുകൾ തീരത്ത് വന്നു. പക്ഷേ എന്നെ വിളിച്ചു കിട്ടിയില്ല. 2 എണ്ണവും നഷ്ടപ്പെട്ടു പോയി. ജീവനോടെ അല്ലാതെ അവർ കുഴിച്ചുമൂടി തന്നെ പറയാം. ഞാൻ എന്ന് തീരത്ത് വരുമോ അന്ന് ഇവിടെ വേൽഷാർക്ക് വരും. ഈ വർഷവും ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ വരുന്ന മാർച്ച് 3-ാം തീയതി ഞാൻ ലക്ഷദ്വീപ് ഫ്ലൈറ്റ് കയറുന്ന അന്ന് രാവിലെ ഇവിടെ 2 വേൽഷാർക്കുകളാവുന്നത്. പക്ഷേ വിളിച്ചു പറഞ്ഞ് മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുത്തി. 4-ാം തീയതി വീണ്ടും ഒരത്ഭുതം കൊച്ചുവേളിയിൽ സംഭവിക്കുന്നു. രാവിലെ 6:30 കയറിയ സാധനത്തിന് ഈ വേൽഷാർക്ക്, അതായത് എൻ്റെ കുട്ടികളെ ഞാൻ വിട്ടത് വൈകുന്നേരം 7:30 വിട്ടത്. എന്നൊക്കെ ഈ വേൽഷാർക്കുകൾ തീരത്തു വന്നിട്ടുണ്ടോ അന്നെല്ലാം ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കടലിൽ അനിഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സൈക്ലോണുകളും ഓഖിക്ക് മുമ്പേയും ഇവൻ തീരത്തെത്തിയിട്ടുണ്ട്. ഈ തീരത്തിന് ഒരു കാലത്തും 12 മണിക്കൂറല്ല 14 മണിക്കൂർ കഴിഞ്ഞാലും എൻ്റെ കുട്ടി മരിക്കില്ല. വേൽ ഷാർക്ക്, അതായത് നമ്മുടെ തിമിംഗല സ്രാവുകൾ മരിക്കില്ല മക്കളെ, എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിൻ്റെ വാലിൻ്റെ മൂവ്മെൻറ്റ്, ഈ വാലിൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ടാൽ എനിക്കറിയാം കുട്ടിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ വർഷം പുത്തൻതോപ്പ് ഗ്രാമത്തിൽ രാവിലെ 6:30 ഒരു വേൽ ഷാർക്ക് കയറുന്നു. കരമടിയിൽ കയറുന്നു, വിളിച്ചു പറയുന്നു, അജിതേട്ടാ ഇങ്ങനെയാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വിട്ടോ. വിട്ടു. അവർക്ക് വൈകുന്നേരം ഞങ്ങളുടെ ഒരു കോമ്പൻസേഷനായിട്ട് ഞങ്ങൾ 25,000 രൂപ കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ അവിടെ വലയൊക്കെ കീറിപ്പോവും. ആ നഷ്ടപരിഹാരത്തിന് 25,000 രൂപ കൊടുക്കുന്നുണ്ട്. ഈ പൈസ കൊടുക്കാനായിട്ടുള്ള പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയപ്പോൾ കാണുന്ന കാഴ്ച, വൈകുന്നേരം 3:30 അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് അറിയാമോ? ഈ കൂറ്റൻ വേൽ ഷാർക്ക് എൻ്റെ കുട്ടി കരയിൽ കിടക്കുന്നു. ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. ഞാനെന്ത് ചെയ്തു, ഉടനെ തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാം വിളിച്ചു, ഈ വലയുടെ ഉടമസ്ഥരേക്ക് വിളിച്ചു. അവർ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. 1 മണിക്കൂർ കിടന്ന് ഇത് ചെയ്തിട്ട് പോലും ഇവനെ ഒന്ന് അനക്കാൻ പറ്റിയിട്ടില്ല. നാട്ടുകാരെല്ലാം വന്നു, ചത്തു, മണ്ണ് കയറി, അതാണ് ഇതാണ്. അവിടെ ഭയങ്കര ചർച്ച. ഇതിനിടയ്ക്ക് ഒരാൾ ചോദിക്കുകയാണ്, ഇതിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാം, ഞങ്ങൾക്ക് എത്ര പൈസ തരുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇതൊരു മനുഷ്യജീവനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. മനുഷ്യജീവനായിരുന്നെങ്കിലോ? ഒരുപാട് ആൾക്കാരുടെ പല വർത്തമാനങ്ങളും പല രീതികളും ഷോയാണ്, അല്ലാതെ ചത്ത വേൽ ഷാർക്കിനെ ഇവൻ വിടുവോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുക മാത്രമല്ല, ഞാൻ അതിനെ ഒരു 6:30 7 o'clock 7 മണിക്ക് അവനെ അവിടെ തീരത്ത് ഉപേക്ഷിച്ചിട്ട് എൻ്റെ കുട്ടിയെ, അതായത് ജീവനുള്ളൊരു കുട്ടിയെ തീരത്ത് ഉപേക്ഷിച്ച് വരുന്ന ഒരു മാനസിക അവസ്ഥയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര പ്രയാസത്തോടെ തലകുമ്പിട്ട് വരുമ്പോൾ ഒരു ആജാനുബാഹുവായ മനുഷ്യൻ 1.5 തലയെടുപ്പ് ഇങ്ങനെ നടന്നു വരികയാണ്. നല്ല പ്രായമുണ്ട്, എനിക്ക് തോന്നുന്നു 10-60 വയസ്സ് പ്രായമുണ്ട്. അവരുടെ അടുത്ത് പതുക്കെ ചോദിക്കണം, ഞാൻ ഈ വേൽ ഷാർക്കുകളെ രക്ഷപ്പെടുത്താം, എത്ര തരുമെന്ന്. ഞാൻ വളരെ തമാശയായിട്ട് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ തമാശ പറഞ്ഞു, നിങ്ങൾ എത്ര രക്ഷപ്പെടും, നിങ്ങൾക്ക് എത്ര വേണം തരാമെന്ന് പറഞ്ഞു. പുള്ളി കുറച്ച് കഴിയുന്നില്ല, ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ബോഡിയെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിത് നടക്കൂലെന്ന് കരുതിയിട്ട് ഞാൻ ഒരു 500 മീറ്റർ നടന്ന് തിരികെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി, കടലിൽ തിരിഞ്ഞു നോക്കിയപ്പം ഈ മനുഷ്യൻ ആ തിരമാലകളുടെ ആ ഒഴുക്കിനനുസരിച്ച് പെട്ടെന്ന് തിരമാല കുറഞ്ഞു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ഈ വേൽ ഷാർക്കുകളെ തള്ളി ഇങ്ങനെ വൈറ്റിരിക്കുന്നു. കടലിൻ്റെ ഈ തിരമാലയുടെ ഇടയ്ക്ക് കിടക്കുന്നു. സത്യം പറയാൻ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് ഞാനും ഇദ്ദേഹത്തോടൊപ്പം കടലിൽ ചാടി.
ഒരു 15 മിനിറ്റ് കഴിഞ്ഞില്ല, ദാ കാണിക്കുന്നു ഇതിൻ്റെ വാല് തൂക്കി ഒരു ഒറ്റ ആഴി വെള്ളത്തിൽ. അവിടെ നിന്ന ജനങ്ങൾ മൊത്തവും കൈയടിച്ച് 2 വള്ളങ്ങളെ വിളിച്ചു വരുത്തിച്ച് കെട്ടി വലിച്ച് രാത്രി 8:30-ക്ക് ഇവനെ വിട്ടു. അപ്പോൾ നോക്കിക്കോളാം നിങ്ങൾ, 16 മണിക്കൂറെടുത്ത് ഞങ്ങൾ ഈ വേൽ ഷാർക്കിനെ വിട്ടു ജീവനോടുകൂടി. 42 വേൽ ഷാർക്കുകൾ ഇതിനകത്ത് കൂടെയാണ് കണ്ടത്. ഈ നമ്മുടെ അറബിക്കടലിൽ ചുറ്റിക്കളിക്കുകയാണ് എൻ്റെ കുട്ടികൾ തന്നെ പറയും. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, വലിയ ഏതാണ്ട് 7-8 മീറ്റർ വലിപ്പമുള്ള ഉണ്ടായിരുന്നു. ഈ അടുത്ത് വന്ന് പൂന്തറയിൽ വന്നതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പൂന്തറ കടപ്പുറത്ത് വന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീമനാണ് വന്നത് ഈ ലാസ്റ്റ് പോയത്. ഇപ്പോഴത്തെ ലാസ്റ്റ് അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കൊച്ചുവേളിയിലുണ്ടായ ഇത് ഒരു 12:30 വേൽ ഷാർക്ക് വലുതായിരുന്നു, കൂറ്റിനായിരുന്നു. അപ്പോൾ നല്ല ഹൈറ്റൈഡായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ തള്ളി വിട്ടിട്ട് കുറച്ച് ചാനലുകാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനലുകാർക്ക് ഞാനിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കടലിലോട്ട് നോക്കിയതും ഈ പോയ വേൽ ഷാർക്ക് തിരികെ വന്നു, വീണ്ടും അടിഞ്ഞു. ദൈവമേ, ചങ്ക് പൊട്ടിപ്പോയി. കാരണം അത്ര കഷ്ടപ്പെട്ട് വിട്ട സാധനം വീണ്ടും കരയിലോട്ട് വരിക എന്ന് പറയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നു. വൈകുന്നേരം 5:30 വരെ പകച്ചിരുന്നിട്ട് അതിനിടയ്ക്ക് കൂടി തന്നെ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിക്കുന്നു, കോസ്റ്റൽ പോലീസിനെ വിളിക്കുന്നു, പിന്നെ കോസ്റ്റ് ഗാർഡിനെ വിളിച്ചു. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ 2 ബോട്ടുകൾ വന്ന് കെട്ടിവലിച്ച് 8-9 കിലോമീറ്ററോളം അപ്പുറത്ത് പോയി ഇതിനെ തിരികെ വിട്ടു. പിന്നെയും പിറ്റേന്ന് രാവിലെ എനിക്ക് കോള് വരുന്നു, പള്ളിത്തുറ ഒരു വലയ്ക്കകത്ത് 4 വേൽ ഷാർക്ക്. ഒന്ന് ഓർത്ത് നോക്കിയേ, രാവിലെ വയ്യ. അവർ 3 എണ്ണത്തിന് തിരികെ വിട്ടു. 1 എണ്ണം കരയിൽ കിടപ്പുണ്ടെന്ന്. കരയിൽ കിടക്കുന്നത് ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം എൻ്റെ കുട്ടികൾ മരിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് ഭയങ്കര വലിപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പം തീരത്ത് ഒരു കുഞ്ഞ് വേൽ ഷാർക്ക് അനാഥമായി കിടക്കുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പം ഈ പറയുന്ന പോലെ കുഞ്ഞായതുകൊണ്ട് അതിൻ്റെ വാലുകൾക്ക് മൂവ്മെൻ്റ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ചത്തുവെന്ന്. ഇങ്ങനെ ഒരു നാട്ടുകാരൻ വന്ന് പറഞ്ഞു, ചേട്ടാ അതിൻ്റെ വാ തുറക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ വാ ഇങ്ങനെ തുറക്കുന്നു. വലക്കാരെയും ആ നാട്ടുകാരെ എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് 1 മണിക്കൂർ കൊണ്ട് ആ കുഞ്ഞു വേൽ ഷാർക്കിനെയും രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റന്നാൾ അറിയുന്നത് വീണ്ടും പൂന്തറ വന്നെന്ന് പറഞ്ഞാൽ തടിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിൽ ഏറ്റവും വലുത്. വേൽ ഷാർക്ക് വന്നാൽ ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. ഒരിക്കലും ഇതിന് ചത്തു എന്ന് പറഞ്ഞ് ഈ കേരള തീരത്ത് നിങ്ങൾ കുഴിച്ചു മൂടരുത്. പുതിയ തുറ കടപ്പുറത്ത് വന്നെന്നറിഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ സാധനം പോകുന്നില്ലെന്ന് കണ്ടപ്പം ഇറങ്ങി നിന്ന് ചെയ്യേണ്ടി വന്ന് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജോയി എന്ന് പറയുന്ന ആളുടെ വള്ളത്തിലാണ്. അതും ഏതാണ്ട് ഈ പൂന്തറയിൽ നിന്ന് വന്നതിനേക്കാളും ഏതാണ്ട് കുറച്ചുകൂടി സൈസ് കുറവായിരുന്നു. അന്ന് കടൽ നല്ല ശാന്തമായിരുന്നു. അന്ന് അവിടുത്തെ ഒരുപാട് കുട്ടികളുടെ സഹായത്താലാണ് നമ്മളന്ന് തിരികെ വിട്ടത്. മോനെ ഒന്ന് നല്ല പ്രീതിയായിട്ട് വിടല്ലേ, നമ്മളങ്ങോട്ട് വിടണം. നിങ്ങളെ ഫുൾ ചെലവ് ഞാൻ ഏറ്റിയേട്ടാ. മറക്കാൻ പറ്റാത്ത രക്ഷാപ്രവർത്തനം 2 അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് 18 മണിക്കൂർ എടുത്ത് രക്ഷപ്പെടുത്തിയ പുത്തൻതോപ്പ് കടപ്പുറത്തെ അത്ഭുത രക്ഷപ്പെടുത്തൽ 18 മണിക്കൂർ. അതേപോലെ തന്നെയാണ് കൊച്ചുവേളി കടപ്പുറത്ത് രാവിലെ 6:30 കയറിയ വേൽ ഷാർക്ക് എന്ന് പറയുമ്പോൾ കൂറ്റൻ വേൽ ഷാർക്ക് 12 മണിക്ക് റെസ്ക്യൂ ചെയ്ത് തിരികെ വിടുന്നു. അത് പോയിട്ട് 15 മിനിറ്റ് ഒരു 6-7 കിലോമീറ്റർ പോയിട്ട് തിരികെ വരുന്നു. ചങ്ക് തകർന്നു പോയി, കരഞ്ഞുകൊണ്ട് കടപ്പുറത്ത് ഇരിക്കേണ്ടി വന്നു. കരയിൽ നിന്ന് കാണുന്ന കടലല്ല കടൽ ഉള്ളോട്ട് പോയാലെന്നുള്ള തിരിച്ചറിവ് എന്നിലുണ്ടായത് കൊണ്ട് മാത്രം ഞാൻ കടലിറങ്ങി. 3-4 ദിവസം കടലിൽ പോയി കിടന്നിട്ടുണ്ട്. വേൽ ഷാർക്കുകൾ കൂട്ടത്തോടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. തിമിംഗല സ്രാവുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. തിമിംഗലങ്ങളെ കണ്ടിട്ടുണ്ട്, ഡോൾഫിനുകൾ. കാരണം എന്തുകൊണ്ടെന്ന് അറിയാമോ നിങ്ങൾ? എനിക്ക് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. വീണ്ടും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുമ്പോഴും സന്തോഷത്തോടെ പോകും. കാരണം എന്തറിയാമോ, ഇത്രയും ജീവനെ ഭൂമിക്ക് വേണ്ടി, ഈ പ്രകൃതിക്ക് വേണ്ടി നൽകാൻ പറ്റുമെങ്കിൽ പിന്നെ വേറെ എന്ത്. വന്യജീവികൾക്കെല്ലാം, അത് തിമിംഗലങ്ങളും തിമിംഗല സ്രാവുകളും ഡോൾഫിനുകളും ഒക്കെ ഉൾപ്പെടെയുള്ള മെഗാഫോണ എന്നാണ് നമ്മളിതിനെ പറയുക. കടലിലെ പോഷകങ്ങളെ ആഴത്തിലേക്ക് എത്തിക്കുക, അതിനെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ധർമ്മം ഇവയ്ക്കുണ്ട്. പ്ലവകങ്ങളുടെ ഒരു സംഖ്യയെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു വലിയ ധർമ്മവും ഇവയ്ക്കുണ്ട്.
അതുമാത്രമല്ല ഇത്രയും വലിയ ശരീരമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കാർബൺ ശരീരത്തിൽ ശേഖരിക്കുന്നതിനകത്തും ഇവയ്ക്കൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. പ്രധാനമായിട്ടും തിമിംഗല സ്രാവുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. ലോകമെമ്പാടും ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം വേട്ടയാണ്. ഇതിനെ പല കാരണങ്ങൾ കൊണ്ട് വേട്ടയാടാറുണ്ട്. ഒന്ന്, ഇതിൻ്റെ മാംസത്തിന് വേണ്ടിയിട്ട്. രണ്ടാമത്, ഇതിൻ്റെ ചിറകുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ലോകമെമ്പാടും സ്രാവുകളെ വേട്ടയാടുന്നത് ഇതിൻ്റെ ചിറകിൽ നിന്ന് ഒരു പൗഡർ ഉണ്ടാക്കിയിട്ട് അത് സൂപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഷാർക്ക് ഫിൻ സൂപ്പ് എന്നാണ് പറയുക. ഇതൊരു ലക്ഷറി ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അന്തർദേശീയ വിപണികളിൽ ഈ ഷാർക്ക് ഫിന്ന് സൂപ്പിന് വളരെയധികം ഡിമാൻഡുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു കാലത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ വ്യാപകമായിട്ട് ഇതിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് വലിയ ജീവിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കരൾ വളരെയധികം ഭാരമുള്ളതാണ്. അതിൽ നിന്ന് എണ്ണ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇതിനെ വേട്ടയാടിയിരുന്നത്. ഇന്ത്യയിൽ 2010 വന്യജീവി സംരക്ഷണ നിയമത്തിൽ വരുത്തിയ മാറ്റം വഴി ഇതിനെ സംരക്ഷണ പട്ടികയിൽ കൊണ്ടുവന്നു, ഷെഡ്യൂൾ 1 കൊണ്ടുവന്നിട്ടുണ്ട്. ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുവയും സിംഹമൊക്കെ വരുന്ന അതേ ഗ്രൂപ്പിലാണ്. ഈ പദ്ധതി, ഇതിൻ്റെ സംരക്ഷണ പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഗുജറാത്തിലാണ്. അവർ ചെയ്തത്, ഗുജറാത്തിൽ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഓർഗനൈസേഷൻ, NGO ആണ്. അവർ അവിടുത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് മൂന്നും കൂടി ചേർന്നിട്ട് മത്സ്യത്തൊഴിലാളികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സംരക്ഷണ പദ്ധതി കൊണ്ടുവന്നു. പിന്നെ അവിടുത്തെ ഗുജറാത്തിലെ തന്നെ ആത്മീയ നേതാക്കളെ ഉപയോഗിച്ചിട്ട് ഈ ജീവികൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലേക്ക് മടങ്ങി വരുന്ന മക്കളായിട്ട് കണക്കാക്കണമെന്നുള്ള രീതിയിലുള്ള വളരെ വ്യാപകമായ ക്യാമ്പയിൻ നടന്നു. ഇതെല്ലാം സാധാരണ ജനങ്ങളിലേക്ക്, ഒന്ന് തിമിംഗല സ്രാവ് എന്ന് പറയുന്ന ഒരു ലോകത്തെ ഏറ്റവും വലിയ ജീവിയുടെ സാന്നിധ്യം അവർക്ക് വെളിവായി. പിന്നെ ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം വെളിവായി. ഇതെല്ലാം കൊണ്ട് ഈ വളരെ ഫലവത്തായ ഒരു സംരക്ഷണ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഗുജറാത്തിൽ കഴിഞ്ഞു എന്നുള്ളത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ ഈ തിമിംഗല സ്രാവുകളുടെ എണ്ണം കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവ അടിക്കടി കേരള തീരത്ത് ഉൾപ്പെടെ കാണുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. തിമിംഗല സ്രാവുകളുടെ പ്രജനനത്തെ പറ്റിയിട്ട്, ദേശാടനത്തെ പറ്റിയിട്ട് വളരെയധികം ശാസ്ത്രീയമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അടുത്ത കാലത്താണ് ഇതിൽ കാര്യമായിട്ടുള്ള ഗവേഷണം ആരംഭിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇതിൻ്റെ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല എന്നുള്ളതാണ്. ഒരു ചത്ത തിമിംഗലത്തിൻ്റെ ഫിലിപ്പൈൻസിലേക്ക് കിട്ടിയതിൻ്റെ രേഖപ്പെടുത്തലനുസരിച്ചിട്ട് അതിൻ്റെ വയറ്റിൽ ഏതാണ്ട് 350ഓളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അടുത്ത കാലത്ത് ഗുജറാത്ത് തീരത്ത് തന്നെ വളരെ ചെറിയ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ തന്നെ ഇത് ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ പ്രജനനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. മുട്ടയിടുകയല്ല ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. മുട്ട ഗർഭാശയത്തിൽ തന്നെ വിരിഞ്ഞിട്ട് ഏതാണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളാണ് പുറത്തേക്ക് വരുന്നതെന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു ധാരണ എന്നുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ മത്സ്യമാണ് തിമിംഗല സ്രാവ്. അതുകൊണ്ട് തന്നെ ഇവ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും ടൂറിസം പ്രൊമോഷനുള്ള ഒരു പ്രതീകമായിട്ടും കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവയോടൊപ്പം നീന്താനുള്ള പല സംവിധാനങ്ങളും ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സമുദ്രങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ഈ ജീവി എന്ന് പറയുന്നത് നമ്മുടെ കടലിൻ്റെ ഒരു വലിയ ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു പിന്നെ പ്രതീകമായിട്ട് പലപ്പോഴും കണക്കാക്കേണ്ടി വരും. ഓരോ രക്ഷപ്പെടുത്തലുകളും ഓരോ അറിവുകളാണ്. ആ അറിവുകൾ എത്തി നിൽക്കുന്നത് ബാക്കിയുള്ള വെയിൽ ഷാർക്കിനെ രക്ഷിക്കാനുള്ള വലിയൊരു പ്രചോദനം തന്നെയാണ്. ഇനിയും ഒരു വെയിൽ ഷാർക്കിനെ റെസ്ക്യൂ ചെയ്ത് അതിൻ്റെ കൂടെ കുറേ ദൂരമെങ്കിലും അതിനോടൊപ്പം കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്ത് യാത്രയാക്കണം. എനിക്ക് ഈ തീരം വിട്ടു പോകാൻ മടിയാണ്. എവിടെ പോയാലും ഈ തീരത്ത് വന്ന് അണയുക എന്നുള്ളത് എൻ്റെ കർമ്മമായി മാറിയിരിക്കുകയാണ്.